ഉച്ചയോടുകൂടി സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ പോകുന്നു എന്ന് പറയാം. കഴിഞ്ഞ ബുധനാഴ്ചത്തെ ഫെഡ് മീറ്റിങ്ങിനെ തുടർന്ന് സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു തുടർന്നത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്ത വന്നതോടുകൂടി സ്വർണ്ണവില ഒരു പവന് വീണ്ടും 54,000 കടക്കുകയായിരുന്നു. അതേസമയം അക്ഷയ തൃതീയയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടുന്നു. ഔൺസ് ഡോളറിന്റെ കണക്ക് ഇപ്പോൾ 2,342 ഇന്ത്യൻ മാർക്കിന്റെ M6 72,021 കൂപ്പുകുത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ 24K തങ്കം വില 7,145 കുതിച്ചെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. 13/5/2024 ഗ്രാമിന് 6,715, 8 ഗ്രാം ഒരു പവന് 53,120. സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു. ഇന്ന് മാത്രം ഒരു പവന് 80 രൂപയുടെ ഇടിവാണ് നേരിട്ടത്. അതേസമയം 24K തങ്കം വില ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ 7,145 ആണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് 7,115. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 1,700 രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം. 9 months ഗോൾഡ് എടുക്കുന്നതിൽ നിന്നും സേട്ടുമാർ ഇന്ന് വിട്ടുനിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ നിമിഷത്തിലും 24K തങ്കം വില ഇടിയുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതേസമയം സിൽവർ റേറ്റ് ഇന്നും ഗ്രാമിന് 90-ലും 10 ഗ്രാമിന് 900-ലും തുടരുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഇടിവ് നേരിടുമെങ്കിലും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ഫെഡ് മീറ്റിംഗ് അഥവാ വരികയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും. കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.